വാട്ട് ഈസ് റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് വാട്ട് ഈസ് ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ. അതിൽ നിന്ന് നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്താണെന്ന് പഠിക്കും. നേരത്തെ നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് വാട്ട് ഈസ് ഷിയർ സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ കൺസിഡർ, ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ എ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. അതിൻ്റെ ടോപ്പ് സർഫസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കാണിച്ചിരിക്കുന്ന പോലെ. ബോട്ടം ഫേസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ടോപ്പ് സർഫസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ആ സർഫസിന് പാരലായിട്ടാണ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ അത് ഷിയർ സ്ട്രെസ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്ന ടോപ്പ് സർഫസിൻ്റെ ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന ഡിഫോമേഷൻ ഡെൽറ്റ എക്സ് ആണ് ആ ടോപ്പ് സർഫസിൽ. അത് ബോട്ടം സർഫസിലെത്തുമ്പം 0 ആണ്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഡിഫോമേഷൻ ആണ് ഇവിടെ കാണുന്നത്. മാക്സിമം ഡിഫോമേഷൻ ഡെൽറ്റ എക്സ് ആണ് ഫോർ എ ലെങ്ത് സ്മോൾ എൽ. അവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം വരുന്നത് ഡെൽറ്റ എക്സ് ആണല്ലോ ടോപ്പ് സർഫസിൽ. ആ ഡെൽറ്റ എക്സ് ബൈ ലെങ്ത് എൽ ആണ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഈ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ആക്ച്വലി ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എൽ ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. എഫ് ബൈ എ ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ, എഫ് എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ എക്സ്, എഫ് ബൈ എ ബൈ ടാൻ തീറ്റ. ഷിയർ സ്ട്രെയിൻ ടാൻ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ഫോർമുല. അപ്പോൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതിൻ്റെ യൂണിറ്റ് നേരത്തെ നമ്മൾ പഠിച്ച യങ്സ് മോഡുലസ് പോലെ തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഇതാണ് ഷിയർ മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 പ്ലേറ്റ് ഒരു ബോൾട്ട് വെച്ച് ടൈറ്റൻ ചെയ്തിരിക്കുന്നു. ആ 2 പ്ലേറ്റിൻ്റെ രണ്ടറ്റത്ത് നിന്നും ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ബോൾട്ടിൻ്റെ ക്രോസ് സെക്ഷന് പാരലായിട്ടാണ് ഈ ഫോഴ്സ്. അതുകൊണ്ട് ഇത് ഒരു ഷിയർ സ്ട്രെസ്സിന് എക്സാമ്പിളാണ്. ഇനി ബൾക്ക് മോഡുലസ് എന്താണെന്ന് നോക്കാം. അതിൽ വോളിയം സ്ട്രെസ്സും വോളിയം സ്ട്രെയിനുമാണ് വരുന്നത്. അപ്പോൾ വോളിയം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഫോഴ്സ് ആ ബോഡിയിലേക്ക് വന്നാൽ അതിനെ വോളിയം സ്ട്രെസ് എന്ന് പറയും. ഇതൊരു ടൈപ്പ് ഓഫ് നോർമൽ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ ഈ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ വരുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, അപ്പം സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇത് എല്ലാ സൈഡിൽ നിന്നും ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രഷർ എന്നും പറയും. ഇപ്പോൾ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറിന് ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് വോളിമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ സംടൈംസ് പ്രഷർ എന്നുകൂടെ പറയും. അപ്പോൾ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ വോളിയം സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ വോളിയം സ്ട്രെസ് കൊണ്ട് എന്തുണ്ടാവും? വോളിയം സ്ട്രെയിൻ ഉണ്ടാവും. വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു. യൂഷ്വലി വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി എന്ന് പറയുന്നത് വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ. ഇപ്പോൾ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ വി ബൈ വി ആയിരിക്കും. മൈനസ് വരാൻ കാരണം വോളിയം റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ എഫ് ബൈ എ ബൈ മൈനസ് ഡെൽറ്റ വി ബൈ വി ആണ്. എഫ് ബൈ എ പ്രഷറായിട്ട് എടുക്കുമ്പോൾ ഡെൽറ്റ പി ബൈ പി. റിജിഡിറ്റി മോഡുലസിന് സാധാരണയായിട്ട് ജി, ക്യാപിറ്റൽ ജി എന്ന ലെറ്ററോ അല്ലെങ്കിൽ ക്യാപിറ്റൽ സി എന്ന ലെറ്ററോ ആണ് യൂസ് ചെയ്യുന്നത്. ബൾക്ക് മോഡുലസിന് സാധാരണയായിട്ട് കെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് റിജിഡിറ്റി മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്.